ഈ ഐഡിയ കൊള്ളാമല്ലോ. കൊക്കക്കോള പ്ലസ് കോഫി എനർജി ഒക്കെ കിട്ടും, ഭയങ്കര കിട്ടുമെന്ന് പറഞ്ഞാൽ ഇതെന്താകുമോ എന്തോ. ട്രൈ ചെയ്യണോ ഫ്രണ്ട്സ്? കുറേ പേര് ചെയ്യുന്നുണ്ട്, അവർക്കൊന്നും സംഭവിച്ചില്ല, പിന്നെ നമുക്ക് എന്ത് സംഭവിക്കാനാണ്? ഹലോ ഗെയ്സ്, എല്ലാ കൂട്ടുകാർക്കും ടെക് ടോക്ക് മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നോട് പറയാൻ വന്നിച്ച സീരിയസ് ഇഷ്യൂ ആണ്. ഞാനിപ്പോൾ ഈ അടുത്തിടയ്ക്ക് എൻ്റെ സംഭവം പറയാം. ഞാനിന്ന് ജസ്റ്റ് ടിക്ടോക്ക് നോക്കുമ്പം ജസ്റ്റ് ഒരു കൊക്കക്കോളയും നമ്മുടെ കോഫി പൗഡർ ഇല്ല, നമ്മുടെ ബ്രൂ, അതുകൂടെ മിക്സ് ചെയ്ത് ഒരാൾ കുടിക്കുന്ന വീഡിയോ ഒക്കെ കണ്ടു. അത് നല്ല വ്യൂസ്, ഏകദേശം 2-3 ലക്ഷം വ്യൂസ് കയറി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് സംഭവം ട്രെൻഡിങ് ആവണം. അപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി, നമ്മൾ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യുന്ന ചാനലാണ്, നമുക്കൊന്ന് ചെയ്ത് കൂടെയെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യാമെന്ന് വെച്ച് പോയി. ഞാൻ ഇറങ്ങി വണ്ടിയൊക്കെ എടുത്ത് കൊക്കക്കോള വാങ്ങിക്കാനായിട്ട് പോകുമ്പോൾ പിന്നെ ചിന്തിച്ചു, ഇത് ജനങ്ങളെല്ലാം കാണുന്നതാണ്, അവർക്ക് ഹെൽത്തിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ നേരെ ഗൂഗിൾ ക്രോമിൽ കയറി കുറേ ഡീറ്റെയിൽസ്, ഒരു അരമണിക്കൂറോളം കുറേ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്തു ഫ്രണ്ട്സ്. അപ്പോൾ മനസ്സിലായി ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2016-17 ആ കാലയളവിൽ ആസ്ട്രേലിയയിലെ കൊക്കക്കോള എന്ന് പറഞ്ഞ കമ്പനി സ്റ്റാർട്ട് ചെയ്തത് കൊക്കക്കോള പ്ലസ് കോഫി എന്ന് പറയുന്ന ഒരു സംഭവം. അവർ കോഫിയുടെ, അതായത് ആസ്ട്രേലിയക്കാർക്ക് കോഫി ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര കോഫി പ്രേമികളാണ് ആസ്ട്രേലിയക്കാർ. അപ്പോൾ അത് മുതലെടുക്കാനായിട്ട് കൊക്കക്കോള കമ്പനി കോഫിയുടെ ഫ്ലേവർ മിക്സ് ചെയ്തൊരു സംഭവം ഇറക്കി, കൊക്കക്കോള പ്ലസ് കോഫി എന്നതിൻ്റെ പേര്. അപ്പം ആ ഒരു സംഭവം അതിന് മുമ്പ് അവർ ഓരോ സമ്മറൊക്കെ വരുമ്പോൾ അവർ ജിഞ്ചർ, അതായത് ഓരോ ഫ്ലേവർ ചേർത്ത് വ്യത്യസ്തമായിട്ട് ഇറക്കുവായിരുന്നു. അപ്പം അത് ഭയങ്കരമായിട്ട് വൈറലായി. അപ്പം ഈ ഒരു ടിക്ടോക്കിൽ ആദ്യമായിട്ട് ഈ വീഡിയോ ഇട്ട ആൾ ഈ ഒരു സംഭവം എവിടെയോ കണ്ടു. അപ്പം അതൊരു ചുമ്മാ അവൻ്റെ മനസ്സിൽ തോന്നിയൊരു സംഭവമാണ്. അങ്ങനെയാണെങ്കിൽ അവൻ ഈ ഒരു വേർഡ് കണ്ടാണ് കൊക്കക്കോള പ്ലസ് കോഫി. അപ്പം വിചാരിച്ചു കാണും കൊക്കക്കോളയും കോഫിയും ആഡ് ചെയ്താൽ പൊളിയായിരിക്കും എന്ന് പറഞ്ഞ് നല്ല എനർജി ഒക്കെ കിട്ടും. അതിൻ്റെ അത് ഇത് ഉപയോഗിച്ചവർ, ഈ ആസ്ട്രേലിയ കൊക്കക്കോള പ്രൊഡക്റ്റ് ഉപയോഗിച്ചവർ പറയുന്നത് നല്ല എനർജി ഒക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു ഇത് കിട്ടുമെന്ന് പറഞ്ഞാണ് ഇവന്മാർ ഒറിജിനൽ കൊക്കക്കോളയൊക്കെ നമ്മുടെ കോഫി പൗഡർ മിക്സ് ചെയ്തത്. അപ്പം ഇങ്ങനെ സംഭവിക്കുന്നു ഫ്രണ്ട്സ്. ഇതൊന്നും അപ്രൂവ് ആയിട്ടുള്ള സംഭവമല്ല, നിങ്ങൾ ആരും ഇത് ചെയ്യരുത്. അതാണ് ഇതിൻ്റെ മെയിൻ സംഭവം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇതൊന്നും നമ്മുടെ ഇപ്പോൾ ആസ്ട്രേലിയ കൊക്കക്കോള എന്ന് പറഞ്ഞ കമ്പനിയുടെ സയൻറ്റിസ്റ്റുകളുണ്ട്, അവർ കുറേ റിസർച്ച് ഒക്കെ ചെയ്ത് മനുഷ്യൻ്റെ ഹെൽത്തിന് ഒന്നും വരാത്ത രീതിയിലുള്ള ഫ്ലേവേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്, അതായത് കോഫിയുടെ ഫ്ലേവേഴ്സ്. പക്ഷേ ഇവിടെ അവർ ചെയ്യുന്നത് നമ്മൾ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ കണ്ടോണ്ടേ നമ്മൾ തന്നെ അങ്ങ് സയൻറ്റിസ്റ്റ് ആവുകയാണ്. ഇതൊന്നും ആരും ചെയ്യരുത്. ഞാൻ അതിൻ്റെ ബാഡ് എഫക്ട്സ് നോക്കി. ഇത് കൊക്കക്കോള എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ലിക്വിഡാണ്. അപ്പം അത് നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്, മെൻഡോസും കൊക്കക്കോള ഇട്ടാൽ ഇത് പോയിസൺ ആവുന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കേട്ടിട്ടുണ്ടല്ലോ. അപ്പം അതുപോലെ തന്നെ ഇതിനും സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം അപ്പം നിങ്ങൾ ചോദിക്കുമായിരിക്കും, ഇങ്ങനെ ചെയ്തവർക്കൊന്നും, കുറേ പേര് ചെയ്യുന്നുണ്ട്, അവർക്കൊന്നും സംഭവിച്ചില്ല, പിന്നെ നമുക്ക് എന്ത് സംഭവിക്കാനൊന്ന് ടെസ്റ്റ് ചെയ്യുന്നതിന് എന്താ കുഴപ്പമെന്ന് പറയും ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ പറയട്ടെ, ഇങ്ങനെ എല്ലാ മനുഷ്യൻ്റെയും ഒരേ ശരീരപ്രകൃതി അല്ലല്ലോ. ഇപ്പോൾ ചിലർക്ക് പൊടി അലർജിയാണ്, ചിലർക്ക് സ്പ്രേയുടെ അലർജിയാണ്, അതുപോലെ തന്നെ ചിലർക്ക് ചിലത് പിടിക്കണമെന്നില്ല. ചിലപ്പോൾ ആ പിടിക്കാത്ത സമയത്ത് എന്ത് വരുമെന്ന് നമുക്കറിയാൻ പറ്റില്ല. കാരണം ഇത് ഗവൺമെൻറ് അപ്രൂവ്ഡ് ഇത് ഫുഡെന്ന് പറയാൻ പറ്റില്ല, ലിക്വിഡ് ഡ്രിങ്കിങ് സംഭവമൊന്നും അല്ല. നമ്മൾ തന്നെ നമ്മുടെ ഒരു ഇഷ്ടത്തിന് എവിടെയോ കണ്ട ഒരു സാധനം വെച്ച് ചെയ്യുന്നതാണ്. അപ്പം ഞാനത് ചെയ്യണമെന്ന് ചിന്തിച്ചത്, പിന്നെ ഞാൻ വിചാരിച്ചു നമ്മൾ ഒരു സോഷ്യൽ മീഡിയ നിൽക്കുന്നവരാണ്, അപ്പോൾ നമ്മളിത് ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്താൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ വിടും. പക്ഷേ ഇതെല്ലാം ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുവാണെങ്കിൽ അവരിതെല്ലാം ചെയ്താൽ എന്തുവേണ്ടി ആൾക്കാർക്ക് ശരീരഭാഗമായിട്ട്, ഹെൽത്ത് ഭാഗമായിട്ട് എന്തൊക്കെ, ഇപ്പോൾ പ്രഷർ, ഷുഗറുള്ള അമ്മമാരും ഒക്കെ ചിലപ്പോൾ കുടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അവർക്ക് എന്തെങ്കിലും പറ്റിയ ചിലപ്പോൾ അറ്റാക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മളിത് സയൻറ്റിഫിക്കായിട്ട് പ്രൂഫ് ചെയ്ത, ഇത് മിക്സ് ചെയ്ത ഒന്നും സംഭവിക്കത്തില്ല, ഒന്നും തെളിയിച്ചിട്ടില്ല. അപ്പം നിങ്ങളാരും ആവശ്യമില്ല ഒന്ന് ട്രൈ ചെയ്യില്ല. എന്തെങ്കിലും ഒന്ന് കണ്ട ഉടനെ അത് ട്രൈ ചെയ്യുന്ന ചിലരുണ്ട്. അപ്പോൾ അത് അവർക്ക് വേണ്ടിയാണ്. കാരണം എനിക്ക് വേണേൽ ഇപ്പം അങ്ങനെ സംഭവം ട്രൈ കാണിച്ചാൽ എനിക്ക് ചില വ്യൂസ് ഒക്കെ കിട്ടിയാണ്. പക്ഷേ ഞാനത് ചെയ്തില്ല. കാരണം എന്താ ഫ്രണ്ട്സ്, നമ്മുടെ എന്തും വ്യൂസ് കിട്ടണമെന്നൊക്കെ പറഞ്ഞ് എന്തും ചെയ്യുന്ന രീതി ഇല്ല, വേണ്ട, അത് എനിക്ക് താല്പര്യമില്ല. കാരണം നമ്മൾ ചെയ്യുന്നതാണെങ്കിൽ നല്ലത് ചെയ്യണം, അതേ ഉള്ളൂ. ആ ഒരു ആഗ്രഹത്തിലാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം കൊക്കക്കോള എന്ന് പറഞ്ഞ ഒരു കമ്പനി റിയലി ആയിട്ട് ഉണ്ടാക്കിയ കൊക്കക്കോള പ്ലസ് കോഫി എന്ന് പറയുന്ന ഒരു സംഭവം കേട്ടിട്ടാണ് ഇവർ ഉണ്ടാക്കിയത്. അത് ജെന്യൂൻ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് അവരുടെ, അല്ലാതെ ഇതെന്ന് പറയുന്നത് നമ്മൾ നാച്ചുറലായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പം ഇതൊരു അപ്രൂവലും കിട്ടാത്ത സാധനമാണ്. അപ്പോൾ ഇതാരും ഒന്നും ആവശ്യമില്ലാതെ ട്രൈ ചെയ്യില്ല. പ്ലീസ് എൻ്റെ ഒരു അപേക്ഷയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട്. അപ്പോൾ ഞാൻ ടെക് ടോക്ക് വിഷ്ണു. അപ്പോൾ നാളെ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.